സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഹരിത പ്രഖ്യാപനം കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതി പ്രകാരം കണ്ണപുരം പഞ്ചായത്തും ഹരിത കേരള മിഷനുമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്റ്റേഷൻ ശുചിത്വപൂർണ്ണമായി സൂക്ഷിക്കുന്നതിനും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് സംവിധാനങ്ങൾ ഒരുക്കി. അജൈവ മാലിന്യ ശേഖരണത്തിനും സംഭരണത്തിനുമായി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേക റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാസത്തിൽ 2 തവണ ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തും. സ്റ്റേഷന്റെ സൗന്ദര്യവൽക്കരണത്തിനായും ഒട്ടേറെ കാര്യങ്ങൾ റെയിൽവേ അധികൃതർ ഒരുക്കി. ലഭ്യമായ സ്ഥലത്തെല്ലാം ചെറിയ പൂന്തോട്ടവും ചെടിച്ചട്ടികളും വെച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ദിവസേന വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക ശുചീകരണ തൊഴിലാളികളെയും ഇവിടെ നിയോഗിച്ചു. ഹരിത പ്രഖ്യാപനം ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ ഹരിത പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ കണ്ണപുരം സ്റ്റേഷൻ അത് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ നമുക്ക് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മാതൃകയാണ്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. കണ്ണപുരം പഞ്ചായത്തും ഹരിത കേരള മിഷനും റെയിൽവേ അധികൃതരും ചേർന്നാണ് ഹരിത റെയിൽവേ സ്റ്റേഷനാക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ദ്രവ്യമാലിന്യ സംസ്കരണത്തിലുൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. ചടങ്ങിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. നവകേരള മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി. പി ബാബുരാജ്, പ്രേമ സുരേന്ദ്രൻ, വി വിനീത, എൻ ശ്രീധരൻ, ടി കെ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.